നമ്മൾ വൈദ്യം അന്വേഷിച്ച് അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഖുർആനിൽ വൈദ്യശാസ്ത്രമുണ്ട്. ഖുർആനിൽ രോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഖുർആനിലുണ്ട്. ഒരാളുടെ രോഗപ്രതിരോധ ശക്തി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഖുർആനിൽ നിന്ന് പറഞ്ഞത് മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഖുർആനിൽ നിന്നാ പറഞ്ഞത്. ജൂതനായ ഒരു സഹോദരൻ രോഗപ്രതിരോധം മലപ്പുറം ജില്ലയിൽ വാക്സിനേഷൻ നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾക്ക് വലിയ പ്രശ്നമാണ്. പക്ഷെ ഖുർആനികമായ മറുപടി മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടായാലും കാര്യമില്ല, അടുത്ത തവണ ഇവിടെ പ്രസംഗിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. ഓക്കെ, മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടില്ല അതിന്റെ മറുപടി. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹത്തിന്റെ അടുത്താണ് സോളിക് ബയോളജി എന്ന വിഷയം പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരായ ശാസ്ത്രജ്ഞന്മാർ വന്നത്. മലപ്പുറം ജില്ലന്റെ അഭിമാനാണ്. എന്ത് പഠിക്കാൻ? ശരീരശാസ്ത്രത്തിലെ അത്ഭുതകരമായ ഒരു പാർട്ട് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരായ ശാസ്ത്രജ്ഞന്മാര് അറസ്റ്റ് ചെയ്ത ജയിലിന്റെ പുറത്ത് പേനയും പേപ്പറായിട്ട് ഇരിക്കുക, ഉമർഖാദിയോട് സംശയം ചോദിച്ചു പഠിക്കാൻ. സോളിക് ബയോളജി, ജീവൽ പ്രധാന ശരീരത്തെക്കുറിച്ച്. പക്ഷെ ഈ മലപ്പുറത്തിപ്പോ വാക്സിനേഷൻ നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്ന. അപ്പൊ മലപ്പുറംകാര് കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്രന്ഥാണ് ഖുർആന്. ആ ഖുർആനിൽ രോഗപ്രതിരോധം എങ്ങനെയെന്ന ചോദ്യം ഇമാമുന റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചിട്ടുണ്ട്. റംലി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് തിബ്ബുൻ നബവിയിലെ അധ്യാപനമാണ്. അപ്പൊ രോഗപ്രതിരോധം എങ്ങനെയെന്ന് ഖുർആനിലുണ്ട്. രോഗം വന്നാൽ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നത് ഖുർആനിലുണ്ട്. അലൈക്കും ഷിഫാഅനി അൽ അസ്ലു വൽ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്ക് രോഗം വന്നാൽ 2 ചികിത്സാ മാധ്യമങ്ങളെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഒന്ന് ഭൗതികമായ മരുന്നുകളാണ്. അൽ അസ്ൽ, തേൻ മാത്രമാണ് എന്നർത്ഥമൊന്നും വെക്കേണ്ട. തേൻ, ഭൗതികമായ ഘടകങ്ങൾ, അതായത് പ്രകൃതിയിൽ കിട്ടുന്ന വസ്തുക്കൾ കൂട്ടിയോജിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുത്താൽ രോഗത്തിന് ശിഫ ഉണ്ടാവും. മറ്റൊന്ന് ഖുർആനാണ്. വൽ ഖുർആൻ, ഖുർആനിൽ നിങ്ങളുടെ രോഗത്തിന് ശിഫയുണ്ട്. ഖുർആൻ തന്നെ പറയുന്നു ഖുൽ ഹുവ ലില്ലദീന ആമനു. ഖുർആനൊക്കെ കയ്യിലെടുത്ത് നടക്കുന്ന സത്യവിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണം, ഈ ഖുർആനിൽ ഹുദൻ, ജീവിത വിജയത്തിന്റെ മാർഗങ്ങളുണ്ട്. അതായത് ജിദ്ദയിൽ വന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ജോലി കിട്ടാനുള്ള ഏർപ്പാട് ഖുർആനിലുണ്ട്. അങ്ങനെ ഹുദൻ. വശിഫാ, വന്നുപെട്ട രോഗത്തിന് കംപ്ലീറ്റ് ക്യൂർ, രോഗം പൂർണ്ണമായി ഭേദമായി ഡോക്ടറിൽ നിന്നും മരുന്നിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയും ഖുർആനിലുണ്ട്. ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദം വശിഫാ. വിശുദ്ധ ഖുർആനിൽ ജീവിത വിജയത്തിന്റെ മാർഗവുമുണ്ട്, രോഗം പിടികൂടിയാൽ അത് ശിഫയാവാനുള്ള വഴിയുമുണ്ടെന്ന് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുൽ, നബിയെ തങ്ങൾ അവരോട് പറയും. അപ്പൊ പുതിയ ഡോക്ടേഴ്സ് പറയുന്നു ഈ രോഗം മാറൂല, അത് മാറൂല, തൽക്കാലം ഓപ്പറേഷൻ ചെയ്യാം, കുറെ കാലം റെസ്റ്റ് എടുക്കണം, പിന്നെയും മരുന്ന് കഴിക്കണം, മരിക്കണ വരെ മരുന്ന്. ഒരാൾ മരിച്ച അയാളുടെ റൂമിൽ 100 കണക്കിന് മരുന്നുകൾ, ചീട്ടുകൾ. ചില ആളുകൾ ഡോക്ടറെ കാണിക്കാൻ വരുന്നതിന് എത്രയോ കൊല്ലം മുമ്പുള്ള കുറെ പേപ്പേഴ്സുമായിട്ടാണ്, കുറെ പത്രങ്ങളുമായിട്ടാണ്, എത്ര വർഷം മുമ്പ് തന്നു. ചില ആളുകൾക്ക് രോഗം മാറാത്തന്നെ ഈ പേപ്പർ സൂക്ഷിക്കുന്നുണ്ടെന്ന് എന്റെ അഭിപ്രായം. ഇയാളുടെ മൈൻഡിൽ ഇയാളൊരു രോഗിയാണ്, എപ്പോഴും രോഗിയാണ്, അതൊരു ഇങ്ങനെ ഒരു അഴകായി കൊണ്ടു നടക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഷുഗറാണ്, ഞാൻ BP ആണ്, കൊളസ്ട്രോൾ ആണ്, അതിങ്ങനെ ഒരു അഴകായി കൊണ്ടു നടക്കുന്നവരൊക്കെ ഉണ്ട്. ചില മിടുക്കന്മാർ പറയും ഞാൻ വലിയ ഡോക്ടറേറ്റ് ഭയങ്കര ബന്ധാണ്, ഞാൻ ഒന്ന് ഫോൺ വിളിച്ചാൽ തന്നെ എനിക്ക് ടോക്കൺ തരുന്നു. നിങ്ങളോടുള്ള വിഷയം കൊണ്ടൊന്നല്ല, നിങ്ങളെ കീശയോടുള്ള വിഷയം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുണ്ട്. ഇമാസം കാണിക്കാൻ അടുത്ത മാസം പോയിട്ട് ഇങ്ങോട്ട് വിളിക്കുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട്. അത് നിങ്ങളോടുള്ള ഹുബാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മംഗലാപുരത്തൊക്കെ എനിക്ക് ഭയങ്കര ഹാൻഡാണ് ഡോക്ടറായിട്ട് ബന്ധം പാടില്ല എന്ന് എന്റെ അഭിപ്രായം. തീരെ അടുപ്പിക്കാൻ പറ്റാത്ത ആളാണ് ആര് എന്ന് വെച്ചാൽ നിങ്ങൾ ആരോഗ്യവാന്മാരാകണം എന്നാ എന്റെ അഭിപ്രായം. ഇമാമുന അലി റളിയല്ലാഹു തആല അൻഹുവിന് മദീനയിൽ ജോലി ഇല്ലാണ്ടായതുപോലെ ഡോക്ടേഴ്സിന് ജോലി ഇല്ലാണ്ടാവണം. ഇസ്ലാം അങ്ങനെയാ പറയുന്നത്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ഇത് ബാബുൽ ഖദർ എന്ന അധ്യായത്തിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഹദീസാണ്. നിങ്ങളിലെ ആരോഗ്യവാന് ആരോഗ്യമില്ലാത്തവരെക്കാൾ അള്ളാഹുവിങ്കൽ ഹൈറായവനാണ്, അള്ളാഹുവിന് അവനോട് ഇഷ്ടവും കൂടുതലാണ്. പറഞ്ഞുകൊണ്ട് വിഷമിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വേഗം രോഗത്തിന് സലാമത്താവാനുള്ള ഇൻസ്പിറേഷനാണത്. മനസ്സിലായിട്ടില്ല? എന്താ പറഞ്ഞത്? നിങ്ങളിലെ ആരോടാണ് അള്ളാഹുവിന് കൂടുതൽ താല്പര്യം?
ശക്തന്മാരോടാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു, അൽ മുഅ്മിനുൽ ഖവിയ്യു, അൽ ഖവിയ്യു എന്ന അള്ളാഹുവിന്റെ പ്രത്യേക ഗുണത്തെ ശരീരത്തിൽ കൊണ്ട് നടക്കുന്നവെന്ന ഒരർത്ഥം. അൽ ഖവിയ്യു എന്ന അള്ളാഹുവിന്റെ ഗുണത്തെ ശരീരത്തിൽ കൊണ്ട് നടക്കണവൻ, ബുദ്ധിയിൽ, ഹൃദയത്തിൽ, ശരീരത്തിൽ, മസിലിൽ ഒക്കെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിലേക്ക് കിട്ടാൻ വേണ്ടി ദ്വാരുന്നത് ഇസ്ലാമിലെ മെമ്പർഷിപ്പ് കൂടാനാണോ? ആണോ? ചെറുപ്പക്കാരാലോചിക്കേണ്ട കാര്യമാണ്, ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ നിങ്ങളിലെ ഏറ്റവും ഖൈറായവൻ ആരാണ്? നല്ല ശക്തന്മാരാണ്. എന്തിനാ പറഞ്ഞത്? രോഗികളെ വിഷമിപ്പിക്കാൻ പറഞ്ഞാണോ? വേഗം രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോയിക്കോളീൻ, അതാണ് അതിന്റെ അർത്ഥം. വഅഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനും ഈ ആരോഗ്യമുള്ളവനാണ്, നല്ല ശാരീരിക ക്ഷമത ഉള്ള ആളാണ്. മിനൽ മുഅ്മിനിൽ ലഈഫ്, മിനൽ മുഅ്മിനിൽ ലഈഫ്, രോഗം വന്ന് തളർന്നുകൊണ്ടിരിക്കുന്ന നരമ്പ്, മസില്, പേശികളൊക്കെ ഉള്ള മുഅ്മിനേക്കാൾ ഇപ്പറുള്ള ആളോടാണ്. അപ്പൊ അങ്ങനെയല്ല, നമ്മളെ കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന കുട്ടികളുടെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു ഇഷ്ടം കുറച്ച് കൂടുതലായിരിക്കൂലേ? ആണോ? അല്ലേ? ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് അതിന്റെ അർത്ഥം. വലിയ അടങ്ങാറൊന്നും ഉണ്ടാക്കാണ്ട് ശല്യപ്പെടുത്താണ്ട് പോകുന്ന കുട്ടിയൊന്നും വീട്ടിലുണ്ടെങ്കിൽ ഓനോടൊരു ചെറിയ പിരിശം കൂടും. ഇതന്നെ അള്ളാഹു. ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരോഗ്യവാന്മാരായി ജീവിക്കുക എന്ന മോട്ടിവേഷനാണ്, താല്പര്യം ജനിപ്പിക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളിൽ ഒരുമിച്ച് കൂടിയവരിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ ഈ ഹദീസ് നമ്മൾ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല വാക്കുകൾ പറയുന്നതും നല്ല വാക്കുകൾ കേൾക്കുന്നതും രോഗത്തിന് ശിഫ ഉണ്ടാക്കുന്നതാണ്. നല്ല വാക്കുകൾ പറയുന്നതും നല്ല വാക്കുകൾ കേൾക്കുന്നതും രോഗത്തിന് ശിഫ ഉണ്ടാക്കും. ഒരാളുടെ മസ്തിഷ്കത്തിൽ ഏറ്റവും ശക്തി കൂട്ടാനുള്ള നല്ല വഴി എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലോണം ചെല്ലുക എന്നുള്ളതാണ്. ഈ സുന്നികൾ ദിക്റും സലാത്തും മറ്റൊക്കെ ഉണ്ടാക്കണം. എന്തുകൊണ്ടാ? അതിനാണല്ലോ അവരുടെ പ്രത്യേകതയും. സുന്നികൾ ദിക്റ്, സ്വലാത്ത്, മജ്ലിസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ മജ്ലിസിൻ നൂർ എന്ന് പറഞ്ഞാൽ എന്താ? മജ്ലിസു ഷിഫയാണ്. മജ്ലിസിൻ നൂർ, മജ്ലിസു ഷിഫ എന്ന് വെച്ചാൽ മുസ്തഷ്ഫ, രോഗം മാറുന്ന സ്ഥലം. രോഗം മാറുന്ന സ്ഥലം. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് കണ്ണ് രോഗത്തിനെ കുറിച്ച് ആവലാതി വന്ന് പറഞ്ഞ മനുഷ്യനോട് പറഞ്ഞു മജ്ലിസിൻ നൂറിൽ ഇരിക്കുന്ന രോഗം മാറി. അപ്പൊ മജ്ലിസിൻ നൂർ, മജ്ലിസു ഷിഫ, രോഗം മാറുന്ന മജ്ലിസ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇവിടെ എല്ലാം അല്ലേ, മൂന്നാമത്തെ ആഴ്ചയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? അള്ളാഹുവിടെ എത്തിപ്പെടാനും ഈ സദസ്സിൽ വന്നിരിക്കാനും അങ്ങനെ ആ സ്വഹാബത്തിന്റെ, സ്വഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് പ്രകാശങ്ങളാണ്, നക്ഷത്രങ്ങളാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ അംശം കുറയുന്നതിനനുസരിച്ചാണ് അയാൾ ശാരീരികമായി തളരുന്നത്, രോഗിയാവുന്നത്. ഫോട്ടോബയോണിക് ഇഫക്ട് എന്ന് പറയും. ഫോട്ടോബയോണിക് ഇഫക്ട്. ഇപ്പൊ രാവിലെ എഴുന്നേക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ആരോഗ്യം പോക്ക് തന്നെയാണ്. പ്രവാസ ലോകത്തിന്റെ ആരോഗ്യം കൂടി ഇതിൽ ചേർക്കണമല്ലോ. അള്ളാഹു തൗഫീഖ്. പിന്നെ ചില ആളുകൾ ദുആവും എപ്പോഴും നിങ്ങൾക്ക് ദുആ കിട്ടുന്നതുകൊണ്ട് കുറെയൊക്കെ നിങ്ങൾ പിടിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. രാവിലെ എഴുന്നേൽക്കണം. ഞാനിപ്പോ ഇന്നലെ മസൈൽ സഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ ദിക്ർ ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ അത് ഫജ്ർ സ്വാദിക്കിന്റെ സമയത്താണ് ആ ദിക്ർ ചൊല്ലാറുള്ളത്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ സമഈ നൂറാ വഫീ ബസ്വരി നൂറാ വഫീ ലിസാനി നൂറാ വഫീ ജസദി നൂറാ. എന്താ ഈ നൂറ്? എന്താണ് നൂറ്? വൈദ്യശാസ്ത്രത്തിന് പിടികിട്ടാത്തതും ഇസ്ലാമിക മെഡിക്കൽ സയൻസിന്റെ വിജയവും ഈ നൂറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഞാൻ പറയാം, സമയം ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഏതായാലും ഇസ്ലാമിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്, ആരോഗ്യശാസ്ത്രം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അങ്ങനെ വൈദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഖുർആനെ വൈദ്യം പറഞ്ഞിട്ടുള്ളൂ എന്നാണ് മറുപടി. ഖുർആൻ മാത്രമേ കൃത്യമായ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളൂ, ശരീരശാസ്ത്രം പറഞ്ഞിട്ടുള്ളൂ, ആരോഗ്യശാസ്ത്രം പറഞ്ഞിട്ടുള്ളൂ, ഔഷധ നിർമ്മാണ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളൂ എന്നാണ് മറുപടി. സ്പെയിനിൽ നിന്നും കട്ടെടുത്തു കൊണ്ടുപോയ പുസ്തകങ്ങൾ കിട്ടിയിരുന്നില്ലെങ്കിൽ യൂറോപ്യൻ മെഡിസിൻ എന്നൊരു മെഡിക്കൽ സയൻസ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് കഴിക്കുന്ന അലോപ്പതി മരുന്നുണ്ടാവില്ല. സ്പെയിൻ ദുരന്തം നടക്കുകയും ആ സ്പെയിനിൽ നിന്ന് കട്ടുകൊണ്ടുപോയ പുസ്തകങ്ങൾ 19 കൊല്ലത്തെ ട്രാൻസ്ലേഷൻ പീരീഡ് എന്ന് ഹിസ്റ്ററിയിൽ പറയും. ട്രാൻസ്ലേഷൻ പീരീഡ്, ഭാഷാന്തരം ചെയ്ത ഒരു കാലഘട്ടം, 50 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഭാഷാന്തരം ചെയ്യൽ കർമ്മം നടന്നിട്ടില്ലെങ്കിൽ യൂറോപ്യന്മാരുടെ കയ്യിൽ മെഡിക്കൽ സയൻസ് ഉണ്ടാവില്ല. 9 നൂറ്റാണ്ട് കാലം, 900 വർഷക്കാലം ഇമാം ഇബ്നു സുന്നി റളിയല്ലാഹു തആല, 2-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ലോകത്തെ കർമ്മശാസ്ത്ര വിശാരദൻ ഇമാം ഇബ്നു സുന്നി റഹ്മത്തുള്ളാഹി തങ്ങൾ മുതൽ അൽ ഹാഫിദ് ഇമാം അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഖയ്യിം അൽ ജൗസി, ഇബ്നുൽ ഖയ്യിം പോലെയുള്ള മഹാപണ്ഡിതന്മാർ
9 നൂറ്റാണ്ട് കാലം ലോക ചരിത്രത്തിൽ മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വൈദ്യശാസ്ത്രമാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 400 കൊല്ലം 450 കൊല്ലം, അതായത് 1576 ശേഷം, ഹിസ്റ്ററിയിൽ 1576 ശേഷം ഇസ്ലാമിക സമൂഹത്തിന് വൈദ്യത്തിൽ താല്പര്യം കുറഞ്ഞു, അല്ലെങ്കിൽ അവരെ കുറച്ചു. ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പിടിപാടുള്ളവർ നമ്മളായിരുന്നില്ലേ? കാട് പിടിച്ച മഹാഭാരതത്തെ ഇന്ത്യ എന്ന ഒരു മനോഹര ചിത്രമാക്കി തീർത്തത് ഇസ്ലാമിക സമൂഹമാണല്ലോ. ഇന്നിപ്പോ ഇസ്ലാമിക സമൂഹം ശ്വാസം കിട്ടാണ്ട് വെള്ളത്തിൽ മുങ്ങണമാതിരി ഇന്ത്യയിൽ ഇങ്ങനെ ചക്രശ്വാസം വലിക്കല്ലേ? ഹാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരിയും ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ തങ്ങളും ബഖ്തിയാറുൽ ഖഅഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഇങ്ങനെ മഹാന്മാരല്ലേ ഇന്ത്യയാക്കി തീർത്തത്? ഇസ്ലാമിക സമൂഹമാണ്. എന്നതുപോലെ ലോകത്തിന് വൈദ്യ സംസ്കാരം പഠിപ്പിച്ച ഇസ്ലാമിക സമൂഹമാണ്. ആ വൈദ്യത്തെ മനസ്സിലാക്കുക എന്നത് നമ്മുടെ ഇന്നത്തെ ഒരുമിച്ച് കൂടേണ്ട ഒരു പ്രധാന ഭാഗമാണ്. അതിനുശേഷം നമുക്കൊക്കെ വന്ന രോഗങ്ങൾക്ക് എങ്ങനെയൊക്കെ പരിഹാരം കിട്ടും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയും നമ്മുടെ 2ാം സെഷനാണ്. അപ്പം വിശുദ്ധ ഖുർആനിൽ വൈദ്യമുണ്ട്. അതായത് ശരീരശാസ്ത്രം, അതുപോലെ പ്രതിരോധ ശാസ്ത്രം, അതുപോലെ അങ്ങനെ ഒരു ആരോഗ്യ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതൊക്കെയും ഖുർആൻ ചർച്ച ചെയ്തിട്ടുണ്ട്. 9 നൂറ്റാണ്ട് കാലം ഈ ഒരു വൈദ്യ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ ഉണ്ടായത്, 100 പേർക്ക് അഡ്മിറ്റ് ചെയ്ത് കിടക്കാൻ പറ്റുന്ന ഹോസ്പിറ്റൽ നിർമ്മിച്ചത്, ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ ബഗ്ദാദിലാണ്. നൂരിയ ഹോസ്പിറ്റൽ എന്നാണ് അതിന്റെ പേര്. മജ്ലിസിൻ നൂർ തന്നെ നമ്മൾ കേൾക്കുന്നത്, നൂരിയ ഹോസ്പിറ്റൽ. ഈ ചരിത്രം കേരളത്തിൽ പറഞ്ഞത് ഡോക്ടർ സി കെ രാമചന്ദ്രനാണ്. നൂരിയ ഹോസ്പിറ്റൽ. ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്രയും വലിയൊരു വൈദ്യ സംസ്കാരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് ഇത് പറയാത്തത്? അപ്പൊ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഇസ്ലാമോഫോബിയ അല്ലേ, എന്ത് പറയുമ്പോഴും ടെററിസം, ഇസ്ലാമിക വൽക്കരണം എന്ന് പറയുന്നതിനിടയിൽ നമ്മൾ ഇതുകൂടി പറഞ്ഞാൽ സമൂഹത്തിൽ അങ്ങനെ ഒരു ചിത്രണം കൂടി ഉണ്ടാവൂലേ, അതുകൊണ്ട് സൈലന്റായി കാര്യം അല്ല. അപ്പൊ അദ്ദേഹം തിരുത്തി. സലാഹുദ്ദീൻ അയ്യൂബിയുടെ നാട്ടില് മുസ്ലിമിനെ തെരഞ്ഞുപിടിച്ച് തലമുണ്ടനം ചെയ്ത് ഉരുകിയ താറ് തലയിൽ ഒഴിച്ചതിന് ശേഷം പഴയകാലത്ത് മരം ഈരാൻ ഉപയോഗിക്കുന്ന ഈർച്ചവാൾ ഉപയോഗിച്ച് നെടുകെ പിളർന്നിട്ട് മുസ്ലിമീങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ഒരു ചരിത്രത്തിലൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ബഗ്ദാദിൽ നൂരിയ ഹോസ്പിറ്റൽ ഉണ്ട്. അന്ന് വൈജ്ഞാനിക വിപ്ലവം ഇസ്ലാമിക സമൂഹം ഖുർആനിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് സി കെ രാമചന്ദ്രൻ തിരിച്ചിങ്ങോട്ട് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിന്റെ ചാരത്ത് ഹൈമത്തുൽ മരീൽ എന്ന് പറഞ്ഞിട്ട് ചെറിയ എന്താ പറയാ തമ്പുകൾ, ഹൈമകൾ ഉണ്ടായിരുന്നു. രോഗികളായ ആളുകളെ താമസിപ്പിക്കുന്ന ഹൈമ. പിന്നീട് അതിന്റെ ആവശ്യമില്ലാണ്ട് എല്ലാവർക്കും ആരോഗ്യമായി. വല്ല യുദ്ധങ്ങളിലോ മറ്റോ സംഭവിച്ച ആളുകൾക്ക് പരിചരണം കൊടുക്കാൻ മാത്രമായിട്ട് അത് മാറി. ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമല്ല, പിന്നൊരു ചരിത്രം പറയുന്നത് പഴയകാലത്ത് അറബികളുടെ ഒരു സമൂഹം, അറബി സമൂഹത്തിൽ ഒരു വലിയ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ചില സമൂഹത്തിന്, മക്കത്തടക്കം, രോഗങ്ങൾ വന്ന് ചികിത്സിച്ച് ഭേദമായിട്ടില്ലെങ്കിൽ അവർ പറയും ഈ രോഗം ഭേദമാവില്ല. നമ്മളൊക്കെ പറയണ മാതിരിയാണ് ഈ രോഗം ഭേദമാവില്ല. പക്ഷെ അവര് വേറൊരു വാക്കതിന്റെ കൂടെ കൂട്ടി പറയും. എന്താ പറയണത്? ഇത് നമ്മുടെ തറവാട്ട് ദൈവത്തിന്റെ, നമ്മുടെ നാട്ടിലൊക്കെ പറയണ മാതിരി, നാട്ടിലങ്ങനെ ഉണ്ടല്ലോ ചില തറവാട്ടുകാർക്ക് പ്രത്യേക ദൈവം, നമ്മുടെ തറവാട്ട് ദൈവത്തിന്റെ ലാത്തയുടെയോ മനാത്തയുടെയോ ഉസ്സയുടെയൊക്കെ ഏതോ ഒരാളുടെ കോപം കൊണ്ടാണ് ഇയാൾക്ക് രോഗം വന്നത്. ഇനിയിപ്പോ ഇയാളെ വീട്ടിൽ നിർത്തിയാൽ പറ്റൂല. ഇബ്നുൽ ഖയ്യിം എഴുതിയ ചരിത്രമാണിത്. ഇതിന് ഇയാളെ ഈ വീട്ടിൽ നിർത്തിയാൽ പറ്റൂല, അതുകൊണ്ട് വീട്ടിന് വെളിയിൽ എവിടെയെങ്കിലും കളയണം. അങ്ങനെ നാട്ടുസഭ കൂടി യോഗ തീരുമാനം പാസ്സാക്കും, ഗോത്ര തലവൻ തീരുമാനം പാസ്സാക്കും, ഇയാളെ വളരെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ, അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല, ഇല്ല അൻസല ലഹു ദവാ, മരുന്നിറക്കാതെ ഒരു രോഗത്തെയും അള്ളാഹു ഇറക്കിയിട്ടില്ല. ഇത് ആദ്യത്തെ പ്രഖ്യാപനമാണ്. മരുന്നിറക്കിയിട്ടല്ലാത്ത ഒരു രോഗത്തെയും അള്ളാഹു മനുഷ്യനിലേക്ക് ഇറക്കിയിട്ടില്ല. ഇപ്പോഴും സയൻസിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ പല രോഗത്തിനും മരുന്നില്ല എന്നുള്ളതാണ്.